ഈ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ താരിഫ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അത് ഇപ്പോൾ പല ബാങ്കുകളും ഇപ്പോൾ സർക്കുലർ വന്നു കഴിഞ്ഞു. കയർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സൂക്ഷിച്ചു കൊടുത്താൽ മതി. ചില കുറച്ച് ബാങ്കുകൾ മാത്രമേ ഇപ്പോൾ അത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഈ താരിഫ് ഇഷ്യൂ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. എന്ന് വെച്ച് അത് എത്ര നാൾ നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു താരിഫ് ഇഷ്യൂ ഓടുന്നവനും ഓടിക്കുന്നവനും അണയ്ക്കുന്നവനും പറയാം. ഇവിടെ യു എസിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ലോക പോലീസാണല്ലോ. അവർ നമ്മളെന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത് എത്ര നാളും പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെയും ഇതുപോലെ ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യനെ തീർത്തും അവഗണിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സിനെയും അതുപോലെ ഇമ്പോർട്ടേഴ്സിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഓവർസീസ് ജോയിൻറ്റ് വെഞ്ചർ ആവാം, അല്ലെങ്കിൽ ഹോളി ഓൺഡ് സബ്സിഡറി ആവാം. അവിടെ നമുക്ക് ഇക്വിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ നമുക്ക് അവർ ഇക്വിറ്റി വാങ്ങാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ലോണായിട്ട് തന്നെ അവരുടെ ഒരു ഓൺ വേഡ് ലെൻഡിങ് എന്നുള്ള രീതിയിൽ അവർ ഫണ്ട് കൊടുക്കും. സാർ, ഇപ്പോൾ നിലവിലിപ്പോൾ പുതിയ ഭരണം അമേരിക്കയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് റീസെൻ്റായിട്ട് പുതിയ താരിഫ് ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ നമ്മൾ ഇനിയിപ്പോൾ ലോൺ എടുത്തവരെ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകുന്നവരെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു സെക്ടർ, അത് എക്സ്പോർട്ടേഴ്സിനാണ് കൂടുതൽ ബാധിക്കുക. നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനാണ്. ഇപ്പോൾ കയർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ താരിഫ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അത് ഇപ്പോൾ പല ബാങ്കുകളും ഇപ്പോൾ സർക്കുലർ വന്നു കഴിഞ്ഞു. കയർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സൂക്ഷിച്ചു കൊടുത്താൽ മതി. ചില കുറച്ച് ബാങ്കുകൾ മാത്രമേ ഇപ്പോൾ അത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഈ താരിഫ് ഇഷ്യൂ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. എന്ന് വെച്ച് അത് എത്ര നാൾ നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു താരിഫ് ഇഷ്യൂ ഓടുന്നവനും ഓടിക്കുന്നവനും അണയ്ക്കുന്നവനും പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളെ താരിഫ് കൂടുതൽ അവരുടെ ഇമ്പോർട്ടിന്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് അവർ താരിഫ് കൂട്ടിയത് കൊണ്ട് അവരുടെ ജനങ്ങൾ ഇത് ബാധിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും ബാധിക്കും. അപ്പോൾ ഇത് എത്ര നാൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ബാങ്കുകാരും അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്കൊന്ന് കോഷൻ ലിസ്റ്റ് ഇട്ടേക്കാണ് ഈ സംഭവം. ഓരോ സെക്ടർ അത് സൂക്ഷിക്കണം. അപ്പോൾ നമുക്കറിയാലോ ഓരോ പ്രപ്പോസൽ അയക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനുള്ള കൊറി തരുന്ന സമയത്ത് ഇതിനുള്ള മറുപടി കൊടുക്കലാണ് നമ്മുടെ പണി. ലോണിനായിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറിൻ്റെ 1-2 പ്രപ്പോസൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബാങ്കിൽ കൊടുത്തത് അവർ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ടീമിൻ്റെ. അപ്പോൾ നമ്മൾ വേറെ ബാങ്കിൽ കൊടുത്തു. അത് ഏകദേശം സാങ്ഷൻ സ്റ്റേജാണ്. കയർ മാത്രമല്ല, സീ ഫുഡ് ആവാം, മറ്റുള്ള എന്ത് സാധനങ്ങൾക്കും താരിഫ് കൂട്ടുന്ന സമയത്ത് അഫക്റ്റ് ചെയ്യും. അത് ലോണിനെയും അഫക്റ്റ് ചെയ്യും, ഉറപ്പാണത്. ലോണിനെ എങ്ങനെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്നപ്പോൾ ആ ബിസിനസ്സിനെ ബാധിക്കുമല്ലോ. അതായത് നമുക്ക് അവിടെ താരിഫ് അവിടെ യു എസ് കൂട്ടുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് കോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിൽ നിന്ന് എടുക്കാനുള്ള സാധ്യത അവർ വേറെ സാധ്യത ആരായും വേറെ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ താരിഫ് കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടുന്നെങ്കിൽ അത് കിട്ടാൻ അവർ നോക്കും. അപ്പോൾ നമ്മൾ ഈ ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രശ്നത്തിലേക്ക് പോകും. അത് ലോണിനെ ബാധിക്കും. ആ ലോൺ തിരിച്ചടവിനെ ബാധിക്കും. അപ്പോൾ ബാങ്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും. അതായത് വളരെ ജാഗ്രതയോടെ തന്നെ ബാങ്കിങ് ഫിനാൻസ് ചെയ്യുള്ളൂ ആ ഏരിയയിലൊക്കെ. അപ്പോൾ നിലവിൽ ലോൺ എടുത്തവർക്ക് ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? അവർ എൻഹാൻസ്മെൻറ്റ് പോകുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അതിന് പുതിയതായിട്ട് എൻഹാൻസ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായി പോകുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കാതൊന്നും ഇരിക്കില്ല. പക്ഷേ അവരൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും. നമ്മളോട് ചോദിക്കും, എങ്ങനെ ഇത് മിറ്റിഗേറ്റ് ചെയ്യും, നിങ്ങൾ ഈ ഒരു അവസ്ഥേനെ നിങ്ങളെങ്ങനെ തരണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ചോദിക്കും. ഇപ്പോൾ ഈ ഒരു താരിഫ് ഇഷ്യൂ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സംരംഭകരെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇന്ത്യയിലെ സംരംഭകർ കുറച്ച് നാളത്തേക്ക് നമ്മൾ ബാധിക്കുമെങ്കിലും നമ്മൾ ഇതല്ലെങ്കിൽ വേറെ ഇതങ്ങനെയുള്ള ഒരു വഴി അടയുമ്പോൾ മറ്റു പല വഴികളും നമ്മൾ ആലോചിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ അതാണ്. നമുക്കൊരു വഴി അടയുന്നു, പക്ഷേ ഈ ഇവിടെ യു എസിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ലോക പോലീസാണല്ലോ. അവർ നമ്മളെന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത് എത്ര നാളും പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെയും ഇതുപോലെ ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യനെ തീർത്തും അവഗണിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സിനെയും അതുപോലെ ഇമ്പോർട്ടേഴ്സിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അവർ അത് ഉണ്ടാക്കിയിരിക്കുന്നതിനെ നമ്മുടെ ഇതുപോലുള്ള ഈ സെക്ടറിൽപ്പെട്ട യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത് പല രീതിയിലും നമ്മൾ ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുറത്തുള്ള കമ്പനിയുടെ, ഇതിപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഓവർസീസ് ജോയിൻറ്റ് വെഞ്ചർ ആവാം, അല്ലെങ്കിൽ ഹോളി ഓൺഡ് സബ്സിഡറി ആവാം. അവിടെ നമുക്ക് ഇക്വിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ നമുക്ക് അവർ ഇക്വിറ്റി വാങ്ങാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ലോണായിട്ട് തന്നെ അവരുടെ ഒരു ഓൺ വേഡ് ലെൻഡിങ് എന്നുള്ള രീതിയിൽ
അവർ ഫണ്ട് കൊടുക്കും എക്സിം ബാങ്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ലോണായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റലാവാം, പ്രൊജക്റ്റ് ഫിനാൻസ് ആവാം, അല്ലെങ്കിൽ അക്വിസിഷൻ ലോൺ ആവാം, മറ്റ് പല മോഡലും നമുക്ക് ഏതൊരു സാധാരണ ബാങ്ക് ചെയ്യുന്ന എല്ലാ മെത്തേഡിലും ഈ എക്സിം ബാങ്ക് ലോൺ കൊടുക്കും. അതുകൂടാതെ പ്രൊജക്റ്റ് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫിനാൻസ് ചെയ്യും. അപ്പോൾ ശരിക്കും അത് എനിക്ക് തോന്നുന്നത് ഇതൊന്നും അധികം ഈ ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്തില്ല. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അധികം അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് അധികം യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് തോന്നുന്നത്. അവർ ചെറിയ എമൗണ്ട് ഒന്നും സാധാരണ ചെയ്യാറില്ല, നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെ ചെറിയൊരു എമൗണ്ട് ഒക്കെ. അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഒക്കെ അവർ ചെയ്യാറുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരു ലോൺ മാത്രം പണ്ട്, അതായത് മുത്തൂറ്റ് ഗ്രൂപ്പ് പണ്ട് കോസ്റ്ററിക്കയിൽ ഒരു ഹോട്ടൽ വാങ്ങാനായിട്ട് നമ്മളൊരു ലോൺ സാങ്ഷൻ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ നമ്മൾ ലോൺ പ്രോസസ്സ് ചെയ്തു, സാങ്ഷൻ ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ അവിടെ ടൈമായി, അതായത് ഫണ്ട് അവർ കൊടുക്കേണ്ട ടൈമായി കഴിയുമ്പോൾ ഇവരിവിടുന്ന് ഫണ്ട് ആൾറെഡി അയച്ചു കഴിഞ്ഞു. അയച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പിന്നീട് ലോൺ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കുറേ കൂടി നൂലാമലായപ്പോൾ അത് പിന്നെ കാരണം RBIയുടെ ആൾറെഡി ഫണ്ട് കൊണ്ടുപോയല്ലോ, ഒരു പർപ്പസ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മെനക്കെടാൻ അവർ തയ്യാറാവാത്തതിൻ്റെ പേരിൽ പിന്നെ അത് നമ്മളത് വിട്ട് കളഞ്ഞു. കാരണം ഇതിന് ബ്രാഞ്ചസ് കൂടെ കുറവായതിൻ്റെ പേരിൽ നമ്മളത് കൂടുതൽ അതിന് ഫോക്കസ് ഉണ്ടായിരുന്നില്ല.